കൺമണി ദേവയുടെ കൂടെ കട്ടിലിൽ കയറി കിടക്കുകയാണ്. അങ്ങനെ ദേവയും കൺമണിയും ഒരുമിച്ച് കട്ടിലിൽ കയറി കിടക്കുന്നു. ദേവ കൺമണിയോട് ഒരു ദിവസം നടക്കാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു, താനിനിയും എൻ്റെ കൂടെ കട്ടിലിൽ കയറി കിടക്കണമെന്ന്. അപ്പോൾ കൺമണി പറഞ്ഞ ഉത്തരം, ഞാൻ പടിപടിയായി ഉയർന്ന് സാറിൻ്റെ ഒപ്പം എത്തുന്ന ആ നിമിഷം സാറിനോടൊപ്പം എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ തുടങ്ങുമെന്ന്. അന്ന് നടക്കാൻ പോയപ്പോൾ ദേവയും കൺമണിയും പറഞ്ഞിരുന്ന ആ സംഭാഷണം അങ്ങനെ കൺമണിയുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ കൺമണി പൂർത്തിയാക്കുകയാണ്. ദേവയുടെ കൂടെ ഒരുമിച്ച് കട്ടിലിൽ കയറി കിടന്ന് ദേവയെ കെട്ടിപ്പിടിച്ച് ദേവയുടെ നെഞ്ചിൽ ചാരി കിടക്കുകയാണ്. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം കൺമണിയുടെ മനസ്സിൽ ഉണ്ടെന്ന് ദേവ തിരിച്ചറിയുന്നു. അങ്ങനെയായിരുന്നു കൺമണിയോട് തൻ്റെ കൂടെ ഇനി മുതൽ കട്ടിലിൽ കയറി കിടന്നാൽ മതിയെന്ന് ദേവ ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് കൺമണി അതിന് വിസമ്മതിക്കുകയായിരുന്നു ചെയ്യുന്നത്. സാറിനോടൊപ്പം എത്തുന്ന ആ നിമിഷം, സാറിന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ നിമിഷം മുതൽ സാറിനോടൊപ്പം ഞാൻ ഒരുമിച്ച് കിടക്കുമെന്നും കൺമണി ദേവയോട് പറഞ്ഞിരുന്നു. അങ്ങനെ കൺമണിക്ക് ഒരിക്കൽ തോന്നുകയാണ്, എനിക്ക് ഇനി ദേവസാറിനോടൊപ്പം കിടക്കണമെന്ന്. അകന്ന് കഴിയേണ്ട ആളല്ല താനെന്നും ദേവയുടെ നെഞ്ചിൽ ചാരി കിടന്ന് ഉറങ്ങണമെന്നുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹവും കൊണ്ടും കൺമണി ദേവയുടെ കൂടെ കയറി കിടക്കുകയാണ്. ദേവ പോലും അമ്പരന്ന് പോയ ആ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എല്ലാം കൺമണിയുടെ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ദേവയോടൊപ്പം കയറി കിടക്കുകയും അങ്ങനെ ദേവയും കൺമണിയും എല്ലാ അർത്ഥത്തിലും ഒന്നാവുകയുമാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു വേണമെന്നുള്ള കൺമണിയുടെ ആഗ്രഹവും അതുപോലെ തന്നെ ദേവയോടൊപ്പം ദേവയുടെ ഭാര്യയായി എല്ലാ അർത്ഥത്തിലും മാറിയെന്നുള്ള അർത്ഥവും ദേവയോടൊപ്പം എത്തിയെന്നുള്ള ആ അധികാരത്തിലും കൺമണി അങ്ങനെ ദേവയോടൊപ്പം